നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൽഡർലി പീപ്പിൾസ്, അതായത് പ്രായമായ ആളുകളിൽ നമ്മളൊരു മീൽ പ്ലാൻ ചെയ്യും, ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ്. പ്രധാനമായും അഡൾട്ട് ഫേസിലുള്ളതാണെങ്കിൽ പോലും ഇവർക്ക് എനർജി നീഡ്സ് ഒരു യങ് അഡൽട്ടിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. കാരണം ഇവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അതായത് ശ്വാസകോശ സംബന്ധമായ എല്ലുകളുടെ തേയ്മാനം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫേസിൽ വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഫിസിക്കൽ ആക്ടിവിറ്റി അതിനനുസരിച്ച് കുറയുന്നുണ്ടാവും. അപ്പം അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ അവർക്ക് മീൽ പ്ലാൻ ചെയ്യാൻ. കൂടാതെ അവരുടെ ഏകദേശം ശ്വസനത്തിനുള്ള ബുദ്ധിമുട്ട്, ഡൈജഷൻ മെല്ലെയാകും, റെസ്പിറേറ്ററി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ലങ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ എനർജിക്ക് അതിൻ്റെ പ്രവർത്തനം മെല്ലെയാകും. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള എനർജികൾ കുറവ് വരും അവർക്ക്. ടിഷ്യൂ ബ്രേക്ക് ഡൗൺസ് കൂടുതലായിരിക്കും. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ മീൽ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഈ എൽഡർലി പീപ്പിൾസിനെ മീൽ പ്ലാൻ ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ചവച്ചരച്ച് കഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈസിലി ഡൈജസ്റ്റബിൾ ആവുന്ന, അല്ലെങ്കിൽ അവർക്ക് ഈസിലി ച്യൂയിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നന്നായിട്ട് പ്രോപ്പർലി കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ പ്രായമാകും തോറും ഇവരുടെ ടേസ്റ്റ് ബഡ്സ് ഇവർക്ക് ടേസ്റ്റ് വളരെ നന്നായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പിയറൻസിൽ അവർക്ക് അട്രാക്റ്റീവായി തോന്നുന്ന രീതിയിൽ ഭക്ഷണം പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ഹെവി ആയിട്ടുള്ള കരിച്ചതോ പൊരിച്ചതോ ഉള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം ഇവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്, ഹെവിനെസ് ഉണ്ടാവാറുണ്ട് വയറിന് വല്ലാതെ. അതുകൊണ്ട് തന്നെ ഒരുപാട് കരിച്ചതും പൊരിച്ചതുമായ സാധനങ്ങൾ ഹെവി ആയിട്ട് ഈ എൽഡർലി പീപ്പിൾസിന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇവർക്ക് എപ്പോഴും വയറിൽ അസ്വസ്ഥത അല്ലെങ്കിൽ വയറിന് ഭാരം എന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഹെവി ആയിട്ട് മീൽ ഒരു സമയത്ത് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ചെറിയ അളവിൽ കുറച്ച് ഇടവിട്ട് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നതാണ് എപ്പോഴും. അല്ലെങ്കിൽ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതാണ് കുറച്ച് പ്രായമായവർക്ക് അവരുടെ ദഹനം മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ലത്. പിന്നെ ഒരുപാട് ആഡഡ് കളേഴ്സും ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസും മാക്സിമം ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇവർക്ക് വയറ് ഉറച്ചു പോകാനുള്ള, കോൺസ്റ്റിപ്പേഷനുള്ള സാധ്യത കൂടുതലാണ് അത്യാവശ്യം പ്രായമായവരിൽ. അതുകൊണ്ട് തന്നെ ധാരാളം ജലാംശം അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കുക. അതായത് ഫൈബർ അടങ്ങിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഭക്ഷണത്തിൽ നന്നായിട്ട് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ഫ്ലേവേർഡ് ആയിട്ടുള്ള മീൽസ് കൊടുക്കാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ കുത്തുന്ന ടേസ്റ്റുകളോ ഭയങ്കര സ്ട്രോങ് ടേസ്റ്റുള്ള സാധനങ്ങളെല്ലാം അവർക്ക് ഈസിലി അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. അതുകൊണ്ട് അവരുടെ ടേസ്റ്റിനനുസരിച്ച് ഫുഡ് ഷെഡ്യൂൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.